ഷോൾഡർ കൊണ്ടൊക്കെ കാര്യം ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ബോഡിയൊക്കെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എവിടെ വർക്കാവണേ? ബൈസെപ്സിനാണ് കിട്ടുന്നത്. നമ്മൾ ഈ ഹാമർക്ക് അടിക്കുന്ന പോലെ. ഓൾ വെൽക്കം ബാക്ക് ടു വാഹി ഫിറ്റ്നസ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ട്രൈസെപ്സിന്റെ വർക്കൗട്ടുകളാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ ചെസ്റ്റിന്റെ വർക്കൗട്ട്, ബാക്കിന്റെ വർക്കൗട്ട്, ഷോൾഡറിന്റെ വർക്കൗട്ട്, ബൈസിന്റെ വർക്കൗട്ട് ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ അത് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്കൗട്ട് ട്രൈസെപ്സിന്റെ വർക്കൗട്ടാണ്. ഇപ്പം നമ്മൾ ഒരു ടീഷർട്ട് ഒക്കെ ഇടുന്ന സമയത്ത് അത് ഫുള്ള് നമ്മളെ കൈ അതിൽ ഫുൾ ടൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ബൈസിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ട്രൈസാണ്. ബൈസ് എന്ന് പറഞ്ഞാൽ 2 ഹെഡാണുള്ളത് ബൈ, ട്രൈസ് എന്ന് പറഞ്ഞാൽ 3 ഹെഡാണ് ട്രൈസെപ്സ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് പറഞ്ഞാൽ ട്രൈസെപ്സ് ആണ്. ഈ ടീഷർട്ട് ഒക്കെ ഇടുന്ന സമയത്ത് അത് അത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്രൈസെപ്സിനാണ് കൂടുതലായിട്ട് നമ്മൾ വർക്കൗട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റ് ഫോം ആൻഡ് ടെക്നിക്കലി ട്രൈസെപ്സിന്റെ വർക്കൗട്ടുകൾ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് തന്നെ ആയിരിക്കും. അത് എത്രത്തോളം നന്നായിട്ട് നമുക്ക് ചെയ്യാം, അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ടെൻഷനും ഫീൽ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇതാണ് നമ്മളിന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വർക്കൗട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ ക്യാബിളിൽ പുഷ് ഡൗൺ ആണ് ചെയ്യുന്നത്, റോപ്പ് ഇട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഇതാ വെയിറ്റ് ഇവിടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെയിറ്റ് ഇടാം. ഇവിടെ ഞാൻ 15 വെയിറ്റ് ആണ് ഉള്ളത്. ഇപ്പം ഒരുപാട് ആൾക്കാർ ജിമ്മിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഒരുപാട് വെയിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് ചെയ്യും. അപ്പോൾ ഈ കൂടുതലായിട്ട് നമ്മളെ ട്രൈസെപ്സ് വർക്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ ഷോൾഡർ കൊണ്ടൊക്കെ അവർ പുഷ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് എത്രയാണോ ഇടാൻ പറ്റുന്ന വെയിറ്റ് അത് മാത്രം ഇട്ടിട്ട് പ്രോപ്പർ ഫോം ആൻഡ് ടെക്നിക്കിൽ വേണം ചെയ്യാൻ. അപ്പോഴാണ് അത് ട്രൈസെപ്സിന് നമുക്ക് പ്രോപ്പറായിട്ട് ട്രൈസെപ്സ് ആക്റ്റീവ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പം ഇനി ആദ്യം ഞാൻ കാണിക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ജിമ്മിൽ ഇത് എങ്ങനെയാണ് മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഷോൾഡർ കൊണ്ടൊക്കെ കാര്യം ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു ട്രൈസെപ്സിന് അത് എന്താ പറയുക ടെൻഷൻ ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ ട്രൈസെപ്സിന് ആ വർക്കൗട്ട് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് എൽബോ ഇവിടുന്ന് ഇങ്ങനെ പൊന്തിപ്പോവും. ഇങ്ങനെ പൊന്തുന്ന സമയത്തും നമ്മളെ ആക്റ്റീവ് ആവുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്തെയില്ല, ട്രൈസെപ്സ് 100% അവിടെ വർക്ക് ആവില്ല, ഷോൾഡർ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ എൽബോ ഫിക്സ് ചെയ്ത് വെക്കുക, കൈ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറച്ച് അപ്പ് ചെയ്തിട്ട് ഫുൾ ഡൗൺ ചെയ്യുക. 2, താഴോട്ട് പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാം. 4, 5. ഈ രീതിയിലാണ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫോമിൽ ട്രൈസെപ്സിന്റെ ഈ ഒരു ക്യാബിൾ പുഷ് ഡൗൺ ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറൈറ്റ് ഗൈസ്, അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡംബൽ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ 5 kg ആണ് എടുത്തിട്ടുള്ളത്. ഡംബൽ എക്സ്റ്റൻഷൻ നമുക്ക് 2 കൈ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ഒരു കൈ കൊണ്ടും ചെയ്യാം. ഓക്കെ, 2 കൈ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം ജിമ്മിൽ കുറേ ആൾക്കാർ ഒരു മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ ഇപ്പം ചില ആൾക്കാർ ഇത് എല്ലാവരുടെയും റേഞ്ച് ഓഫ് മോഷനും എല്ലാവരുടെയും മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേപോലെ ആവില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൈ ഈ ഒരു രീതിയിലാണ് നിൽക്കേണ്ടത്. എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ എന്തില്ല, ഒരു റേഞ്ച് ഓഫ് മോഷൻ അതേപോലെ നിൽക്കുന്നുണ്ടാവില്ല. അപ്പം ജിമ്മിൽ ഒരുപാട് മിസ്റ്റേക്ക് ആണതാണ്. ചില ആളുകൾ എന്താ വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഷോൾഡറിനൊക്കെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്ന പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ കറക്റ്റ് ഹോൾഡ് ചെയ്യാം. 1, 2, 3. ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഷോൾഡറിന് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഏറ്റവും ഒന്നും കൂടി ഈസി, ഇപ്പോൾ ഷോൾഡറിനൊക്കെ എന്തെങ്കിലും പെയിനോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ സിംഗിൾ ആം ആണ്. ഇങ്ങനെ പിടിക്കാം. 1, 2, 3, 4, 5. ഫ്രണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പിടിച്ചിട്ട് കൈ കറക്റ്റ് ഈ ഒരു ലെവലിൽ, ഒരു 90 ഡിഗ്രി ലെവലിൽ കൈ പിടിക്കുക. 1, 2, 3, 4, 5. ഈ രീതിയിലാണ് കറക്റ്റ് ഡംബിൾ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതും ഒരുപാട് വെയിറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കൊക്കെ ഒരുപാട് പോകുന്ന സമയത്തൊക്കെ ഷോൾഡറിന് പെയിന് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്.
ഇതുപോലെ കറക്റ്റ് ഫോം ആയിട്ട് എന്ത് ചെയ്യുക, ഡംബിൾ എക്സ്റ്റൻഷൻ, ഓവർ എക്സ്റ്റൻഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൾ ക്രഷ് ആണ് ചെയ്യുന്നത്, ഈസി ബാറിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈസി ബാർ ആണ്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒന്നും കൂടി ഇതിന്റെ പിടുത്തം കാര്യങ്ങളൊക്കെ ഒന്ന് ഈസി ആയിരിക്കും. അതേപോലെ തന്നെ റിസ്റ്റിനോ കാര്യങ്ങളൊക്കെ ഒന്നും കൂടുതലായിട്ട് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യലും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും ഈ ഒരു ഈസി ബാർ ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്കൾ ക്രഷ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ബെഞ്ച് നമ്മൾ ഒരു ഫ്ലാറ്റ് ബെഞ്ച് സെറ്റ് ആക്കിയിട്ട് ഇടാം. നമ്മളെ തൈസിലാണ് നമ്മൾ ഈ ഒരു ബാർ വെക്കേണ്ടത്. എന്നിട്ട് ലെഗ് പൊക്കിയിട്ടാണ് നമ്മൾ നേരെ കിടക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നേരെ പൊക്കിയിട്ട് ഈസി ആയിട്ട്. സാധാരണ ഇതുവരെ എല്ലാവരും ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിന് ചെയ്തിരുന്ന കൈ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഞാനും മുന്നേ ചെയ്തിരുന്നത് അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഒരുപാട് വെയിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ട്രൈസെപ്സിന് വർക്കൗട്ട് കിട്ടൂല. അപ്പം ആവശ്യത്തിനനുസരിച്ചുള്ള വെയിറ്റ് മാത്രം ഇടാം. ഓക്കെ, നേരെ പിടിച്ചിട്ട് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് കൊണ്ടുപോവാ. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ജസ്റ്റ് കൈ ഒന്ന് ഒന്നുകൂടി ബാക്കിൽ എത്തിക്കാം. 1, ഇവിടുന്ന് ജസ്റ്റ് കൈ ഒന്ന് ബാക്ക് കൊണ്ടുപോകാം. 2, 3, 4, 5, 6. ഓക്കെ, ഈ രീതിയിലാണ് സ്കൾ ക്രഷർ നമ്മൾ ബാറിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതന്നെ സെയിം നമുക്ക് 2 ഡംബിൾസ് എടുത്തിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2 ഡംബിൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, സെയിം നേരത്തെ കിടന്ന പോലെ തന്നെ കിടന്നിട്ട് 1, 2. ഇതേപോലെ ഡംബിൾസിലും ഇതേ സെയിം വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കോമഡി ആയിട്ട് കാണുന്ന ഒരു വർക്കൗട്ടാണ് ഡംബിൾ കിക്ക് ബാക്ക്. ഓക്കെ, ഒരുപാട് ആൾക്കാർ കോമഡി ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ തെറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ഡംബിളിന്റെ കിക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുന്നേ ഇത് ജിമ്മിൽ ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും, ജസ്റ്റ് ബോഡിയൊക്കെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എവിടെ വർക്കാവണേ, ബൈസെപ്സിനാണ് കിട്ടുന്നത്. നമ്മൾ ഈ ഹാമർക്കർ അടിക്കുന്ന പോലെ ഉണ്ട്. ശരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ട്രൈസെപ്സിനാണ് ചെയ്യുന്നത്. ഇത് ഒരുപാട് ആൾക്കാർ ചെയ്യലെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ ട്രൈസെപ്സ് ഒരിക്കലും നമുക്ക് ആക്റ്റീവ് ആവില്ല. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക ട്രൈസെപ്സ് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ടൈറ്റ് ആവും, ചെറിയൊരു ഫീലിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് ഒരിക്കലും ട്രൈസെപ്സിന് നമുക്ക് 100% അത് വർക്ക് ആവുന്നുണ്ടാവില്ല. അത് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബെഞ്ച് സെറ്റ് ചെയ്യാം. അതിലൊരു കാലം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറ്റി വെച്ചിട്ട് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. അപ്പൊ നമ്മള് ഡംബിൾ റോ ഒക്കെ ചെയ്യില്ല, അതേ പൊസിഷനിൽ നിൽക്കുക. എന്നിട്ട് കൈ ജസ്റ്റ് ഈ ഒരു 90 ഡിഗ്രിയിൽ കൈ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എൽബോ മാത്രം കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം. 1, 2, 3, 4. ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് കറക്റ്റ് 2.5 വെയിറ്റ് ആണ്, 2.5 കിലോന്റെ വെയിറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ചെയ്യണതാണ്. 2-3 ആഴ്ചയായിട്ടുണ്ടാവുള്ളൂ ജിമ്മിൽ വന്നിട്ട്. പക്ഷെ അവരപ്പത്തിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 5ഉം 7 വെയിറ്റ് എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ചിലപ്പോൾ ഇതുപോലൊക്കെ നിന്നിട്ട് ഇങ്ങനൊക്കെ ആക്കിയിട്ട് കൈ ഇവിടുന്ന് ട്രൈസെപ്സിനെ ഒന്ന് ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ട്രൈസെപ്സ് ആക്റ്റീവ് ആവില്ല, അല്ലെങ്കിൽ ട്രൈസെപ്സിന് ആ വർക്കൗട്ട് കിട്ടുന്നുണ്ടാവില്ല. പ്രോപ്പർ ഫോമിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. കൈ ഇതാ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. 1, 2. കൈ ഇങ്ങനെ ഫുള്ളായിട്ട് കൈ റേഞ്ച് ഓഫ് മോഷൻ ഫുള്ളായിട്ട് പോകണം, ലെങ്തനിങ് ഫുള്ള് ചെയ്യണം. 3, 4. ഈ രീതിയിൽ വേണം കറക്റ്റ് ആയിട്ട് ട്രൈസെപ്സിന്റെ ഡംബിൾ കിക്ക് ബാക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതേ വർക്കൗട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ക്യാബിളും ചെയ്യാം. ക്യാബിളൊക്കെ കൂടുതൽ ജിമ്മിൽ ബിസി ആണെന്നുണ്ടെങ്കിൽ ഡംബിൾസിൽ ഈസി ആയിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാബിളിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ക്യാബിളിൽ തന്നെ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് അത് ക്യാബിളിൽ ചെയ്യാന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം.
ക്യാബിളിലാകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി നമുക്ക് ട്രൈസെപ്സ് ഫീൽ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഡംബിൾസിനെക്കാട്ടും കൂടുതൽ. അപ്പൊ അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ട്രൈസെപ്സിന്റെ കിക്ക് ബാക്ക് ക്യാബിളിൽ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഈ പുള്ളി എന്ത് ചെയ്യാ വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് താഴോട്ട് ഇടുക. മൂന്നാമത്തെ ഒരു പോയിന്റ്, അടിയിൽ നിന്ന് ഒരു മൂന്നാമത്തെ പോയിന്റിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്യാബിൾ മേലെ ഇതുപോലെ ഒരു ബൗളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഇങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള. ഓക്കെ, ഇത് പിടിച്ചിട്ട് ജസ്റ്റ് ബോഡി നമ്മൾ ബെൻഡ് ആക്കിയിട്ട് ഇരിക്കുക. എന്നിട്ട് കൈ ഇവിടുന്ന് ഇപ്പോൾ കൈ എങ്ങനെ ഉണ്ടാവുക, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഈ ലെവലിൽ പിടിച്ചിട്ട് 1 2 3 4 5. ഈ രീതിയാണ് കറക്റ്റ് ക്യാബിളിൽ നമ്മൾ കിക്ക് ബാക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഡംബിളിനെക്കാട്ടി ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്യാബിളിലാണ്. ക്യാബിളൊക്കെ ജിമ്മിൽ ബിസി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഡംബിളിൽ ചെയ്യാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ക്യാബിളിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ത് വെച്ചാൽ ക്യാബിളിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതാണ് ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പുള്ളി ഇടുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കാം. ഏറ്റവും അടിയിലിട്ടിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം എഫക്റ്റ് ആവില്ല. നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ കിട്ടുന്ന രീതിയിൽ പിടിച്ചിട്ട് വേണം കൈ ഇങ്ങനെ വെച്ചിട്ട് 1 2 3 ഈ രീതിയിൽ വേണം ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ട്രൈസെപ്സിന്റെ 4 വർക്കൗട്ടുകൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത ട്രൈസെപ്സിന്റെ വർക്കൗട്ടിന്റെ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ഈ ഒരു 4 വർക്കൗട്ട് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്നതോട് കൂടെ ആഡ് ചെയ്ത വർക്കൗട്ട് തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഫോം ആൻഡ് ടെക്നിക്കൽ നമ്മൾ എത്രത്തോളം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് കറക്റ്റായിട്ട് അതിന് റിസൾട്ട് കിട്ടുക. ഒരുപാട് ആൾക്കാർ ജിമ്മിൽ പറയുന്നതാണ് ഞാൻ നന്നായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് റിസൾട്ട് ഇല്ല എന്നുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫോം ആൻഡ് ടെക്നിക്ക് കറക്റ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ അടുത്ത ഒരു നിങ്ങൾ ട്രൈസെപ്സിന്റെ ഡേയിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് എന്ത് വെച്ചാൽ കമന്റിൽ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു, ബൈ, സി യു.